കഴിഞ്ഞ ദിവസങ്ങളിൽ മലയാള സിനിമയിൽ വന്ന ഏറ്റവും വലിയ പ്രസ്താവന എന്നുള്ളത് സുരേഷ് കുമാറിന്റെ ഭാഗത്തു നിന്നാണ്. പ്രൊഡ്യൂസർ അസോസിയേഷൻ വേണ്ടിയാണ് അദ്ദേഹം സംസാരിച്ചതെന്നാണ് പറഞ്ഞത്. അദ്ദേഹം പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ സിനിമ ഇൻഡസ്ട്രി ആകെ മൊത്തം പ്രതിസന്ധിയിലാണ്, താരപ്രതിഫലം താങ്ങാൻ പറ്റുന്നില്ല, സർക്കാരിന്റെ ഭാഗത്തു നിന്നും വലിയ നികുതിയാണ് ചുമത്തുന്നത്, തിയേറ്ററുകളൊക്കെ വലിയ പ്രയാസത്തിലാണ് പോകുന്നത്, അതുകൊണ്ട് തന്നെ സിനിമകൾ അടുത്ത ജൂൺ മുതൽ നിർത്തിവെക്കാൻ പോകുന്നു എന്നുള്ള പ്രസ്താവനയാണ് അദ്ദേഹം നടത്തിയത്. പ്രത്യേകിച്ചും താരപ്രതിഫലത്തിന്റെ കാര്യത്തിൽ വിട്ടുവീഴ്ചകൾ ചെയ്തില്ല എങ്കിൽ സിനിമാ വ്യവസായം സ്തംഭിച്ചു പോകുമെന്നുമുള്ള ഒരു പ്രസ്താവനയാണ് അദ്ദേഹം നടത്തിയത്. പക്ഷേ അതിനുശേഷം ഉണ്ടായ പ്രധാനപ്പെട്ട സംഭവവികാസം എന്നുള്ളത് മലയാളത്തിലെ ഏറ്റവും പ്രമുഖനായ പ്രൊഡ്യൂസറായ ആന്റണി പെരുമ്പാവൂർ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിരിക്കുകയാണ്. ആ പോസ്റ്റിൽ പറയുന്ന കാര്യങ്ങൾ ഇപ്രകാരമാണ്. അതായത് ഈ സുരേഷ് കുമാർ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ അദ്ദേഹത്തിന്റെ വ്യക്തിപരമായ കാര്യമാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രൊഡ്യൂസർ എന്നുള്ള നിലയ്ക്ക് ഞാൻ എൻ്റെ സിനിമകൾ നല്ല രീതിയിലാണ് ചെയ്തു പോകുന്നത്. അതിന്റെ പ്രൊഡക്ഷൻ കോസ്റ്റും അതിന്റെ ലാഭവും അതിന്റെ നഷ്ടങ്ങളൊന്നും സുരേഷ് കുമാർ അല്ല തീരുമാനിക്കേണ്ടത്. അക്കാര്യങ്ങൾ ഞാനാണ് പറയേണ്ടത്. എന്നെ സംബന്ധിച്ചിടത്തോളം ഇത്തരം കാര്യങ്ങളൊന്നും പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനിൽ ഒരു തീരുമാനമായിട്ടുള്ളതോ സിനിമ നിർത്തിവെക്കുന്നതോ ആയ കാര്യങ്ങളിലേക്ക് പോകില്ല. കാരണം ആയിരക്കണക്കിന് ആളുകളുടെ കുടുംബവും അവരുടെ ഉപജീവനവും ഒക്കെ നിലനിൽക്കുന്നത് ഈ ഒരു സിനിമാ വ്യവസായത്തെ സംബന്ധിച്ചിടത്തോളമാണ്. അതുകൊണ്ട് തന്നെ ഇതിൽ യാതൊരുവിധ വിട്ടുവീഴ്ചക്കും താൻ തയ്യാറല്ല. തന്റെ പ്രൊജക്ടുകളുമായി മുമ്പോട്ട് പോകുമെന്നും സുരേഷ് കുമാർ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ അദ്ദേഹത്തിന്റെ മാത്രം അഭിപ്രായമാണെന്നുമാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. മറ്റൊന്ന്, ഈ 100 കോടി ക്ലബ്ബ്, 50 കോടി ക്ലബ്ബ്, 80 കോടി ക്ലബ്ബ്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ ടോട്ടൽ ഗ്രോസും അല്ലെങ്കിൽ ടോട്ടൽ ബിസിനസിനെയും ആസ്ഥാനമാക്കിയാണ് പറയുന്നത്. അത് എല്ലാ ഇൻഡസ്ട്രികളിലും അങ്ങനെ തന്നെയാണ് പറയാറുള്ളത്, അല്ലാതെ പ്രൊഡ്യൂസേഴ്സ് ഷെയർ മാത്രമായിട്ട് പറയുന്ന കാര്യമല്ല. അതുകൊണ്ട് അത് നല്ലതാണ് സിനിമയെ സംബന്ധിച്ചിടത്തോളം. തമിഴിലായാലും തെലുങ്കിലായാലും ഹിന്ദിയിലായാലും അത്തരം കാര്യങ്ങൾ പുറത്തു വിടുന്നുള്ളത് അത് ആ ഇൻഡസ്ട്രിയെ സംബന്ധിച്ചിടത്തോളം ഗുണകരമാണ്. കൂടുതൽ ആളുകളെ ആകർഷിപ്പിക്കാൻ ഇത് കഴിയുന്നുണ്ട് എന്നാണ് ആന്റണി പെരുമ്പാവൂർ പറയുന്നത്. അതായത് ഈ ഒരു വിഷയത്തിൽ ഈ പ്രൊഡ്യൂസർമാർക്കിടയിൽ രണ്ടു തരം അഭിപ്രായങ്ങൾ ഉണ്ട് എന്നുള്ളത് കൃത്യമാണ്. പ്രത്യേകിച്ചും സുരേഷ് കുമാറിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് പ്രമുഖരായ ആളുകളുടെ ഡേറ്റ് മറ്റോ കിട്ടാത്ത കാരണമായിരിക്കാം ഇതെന്നാണ് തോന്നുന്നത്. കാരണം മോഹൻലാൽ അടക്കമുള്ള അല്ലെങ്കിൽ മമ്മൂട്ടി അടക്കമുള്ള അല്ലെങ്കിൽ ഏറ്റവും പുതുമുഖ താരമായ നസ്ലിന്റെ ഡേറ്റ് പോലും ഈ സുരേഷ് കുമാറിനെ പോലെയുള്ള പ്രൊഡ്യൂസർ കമ്പനികൾക്ക്, അവരുടെ പ്രൊഡക്ഷൻ ഹൗസുകൾക്ക് കിട്ടുന്നില്ല എന്ന് വേണം ഇത് സംശയിക്കാൻ. അതുകൊണ്ട് കൂടിയായിരിക്കാം അവർ ഇത്തരം ഒരു നിലപാടുമായിട്ട് വന്നിട്ടുള്ളത്. പക്ഷെ ഇതിൽ കൃത്യമായിട്ട് ഈ ഒരു വിഷയത്തിൽ ആന്റണി പെരുമ്പാവൂരിന് പിന്തുണയുമായിട്ട് വന്നിട്ടുള്ളത് ചില പ്രമുഖരായ നടന്മാരാണ്. അതിൽ പൃഥ്വിരാജ് സുകുമാരനുണ്ട്, ടോവിനോ തോമസ് ഉണ്ട്, ഉണ്ണി മുകുന്ദനുണ്ട്. ഇങ്ങനെ പുതുമുഖ താരങ്ങൾ അടക്കമുള്ള നിരവധി ആളുകളാണ് ഈ ഒരു വിഷയത്തിൽ ആന്റണി പെരുമ്പാവൂർ എന്ന പ്രൊഡ്യൂസർക്ക് പിന്തുണയുമായി വന്നിട്ടുള്ളത്. നേരത്തെ തന്നെ മോഹൻലാലിന്റെ മിക്കവാറും സിനിമകൾ നിർമ്മിക്കുന്നത് ആന്റണി പെരുമ്പാവൂറും ആശീർവാദ് സിനിമാസുമാണ്. അങ്ങനെയുള്ള ഒരു സാഹചര്യം നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ അത്തരം സിനിമകളൊക്കെ നഷ്ടത്തിലാണ് എന്നും പറയുന്നതോടൊപ്പം തന്നെ ഇൻഡസ്ട്രി തന്നെ ആകെ ബുദ്ധിമുട്ടിലാണ് എന്ന് സുരേഷ് കുമാർ പറഞ്ഞിട്ടുള്ളത് വളരെ തെറ്റായ കാര്യമാണ്. ഈ ഒരു ഇൻഡസ്ട്രി അത് തുടർന്നും മുമ്പോട്ട് പോകുമെന്നും അതിൽ ആരും ഒരു സമരം പോലെയുള്ള കാര്യങ്ങളിലേക്ക് കടന്നിട്ടില്ലെന്നുള്ള ഒരു പ്രസ്താവനയാണ് വന്നിരിക്കുന്നത്. ഇതിൽ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം എന്നുള്ളത് ഈ ഒരു ലോബി മുൻകാലങ്ങളിൽ പ്രവർത്തിച്ചതുപോലെ ഇപ്പോൾ പ്രവർത്തിക്കാൻ സാധ്യമാകുന്നില്ല എന്നുള്ളതാണ്. അത് തിരുവനന്തപുരം കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്നതാണെന്ന് പറയുന്നു. ഇങ്ങനെയുള്ള ഒരു ഈ സുരേഷ് കുമാറിന്റെ ഒക്കെ കയ്യിലുള്ള ഒരു ലോബിയിങ് പ്രവർത്തനം, അല്ലെങ്കിൽ അവര് പ്രൊഡക്ഷൻ ഹൗസ് തീരുമാനിക്കുന്നു, അവരുടെ ആളുകളെ അഭിനയിപ്പിക്കുന്നു, അവരുടെ ഡയറക്ടർമാർക്ക് അവസരം കിട്ടുന്നു, ഇങ്ങനെയുള്ള ഒരു സാഹചര്യമാണ് മുമ്പ് മലയാള സിനിമയെ സംബന്ധിച്ചിടത്തോളം ഉണ്ടായത്. പക്ഷെ ഇപ്പോൾ കാലഘട്ടം മാറിയിരിക്കുകയാണ്. ഈ മാറിയ കാലഘട്ടത്തിൽ പുതിയ ആളുകൾ വരുന്നു, പുതിയ പ്രൊഡ്യൂസർമാർ വരുന്നു, പുതിയ സംവിധായകർ വരുന്നു, പുതിയ പ്രൊഡക്ഷൻ ഹൗസുകൾ വരുന്നു, പുതിയ രീതിയിലുള്ള കണ്ടന്റുകൾ, ഇന്ത്യയിലെ തന്നെ ഏറ്റവും മികച്ച കണ്ടന്റുകൾ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ഒരു ഇൻഡസ്ട്രി എന്നുള്ള ലേബലിലാണ് ഇന്ന് മലയാള സിനിമ അറിയപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ ഇപ്പോഴ് ആന്റണി പെരുമ്പാവൂരിനാണ് മലയാള സിനിമയുടെ പുറത്തു നിന്നും, സിനിമാ പ്രേമികളുടെ അടുത്തു നിന്നും, അല്ലെങ്കിൽ പ്രമുഖരായ താരങ്ങളുടെ അടുത്തു നിന്നും പിന്തുണ കിട്ടിയിരിക്കുന്നത്. ഈ ഒരു വിഷയത്തിൽ സുരേഷ് കുമാർ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ ഒരിക്കൽ കൂടി വാസ്തവ വിരുദ്ധമാണ് എന്നും അത് ഒരു തരത്തിലും സിനിമയ്ക്ക് പുറത്തുള്ള സാധാരണ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം വില കൽപ്പിക്കാത്ത, അവർക്കൊന്നും ബാധകമാവാത്ത കാര്യം കൂടിയാണ് എന്നുമാണ് ഇത് ഓർമ്മപ്പെടുത്തുന്നുള്ളത്.